പെണ്ണിന്റെ പണം കണ്ടിട്ട് പെണ്ണ് കെട്ടുന്നവനെ, പെണ്ണിന്റെ പണം കണ്ടിട്ട് പെണ്ണ് കെട്ടുന്നവനെ, നീ എത്ര കോടിയ കണക്കിന് സ്ത്രീധനം വാങ്ങിയാൽ നിന്നെ ദാരിദ്ര്യം പിടിപെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 1 കോടി രൂപയും ബെൻസ് കാറും വാങ്ങിയവനാണെങ്കിൽ നീ യതീംഖാനയിലായി പോകുമെന്ന് നബിഗിനാ റസൂലുള്ളാഹി. അപ്പൊ പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടിയാ നീ യതീംഖാനയിലാകും. ഇനി 2 ഗ്ലാമർ ഉണ്ടോ? അതാ കൂടെ കൊണ്ട് നടക്കുമ്പോ എല്ലാരും ചോദിക്കണം, പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ എവിടുന്ന് കിട്ടിയടാ? കാണുന്നവനൊക്കെ ഇങ്ങനെ നോക്കണം. ഗ്ലാമറുള്ള പെണ്ണ്, സൗന്ദര്യമുള്ള പെണ്ണ്. റസൂലുള്ള പറഞ്ഞു, വേണ്ട മോനെ, ഗ്ലാമർ കൂടിയവളെ നീ കെട്ടല്ലേ, അവളുടെ സൗന്ദര്യം അവളെ നശിപ്പിച്ചു കളയുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഭർത്താക്കന്മാരോട് പറയുന്നത്, നിന്റെ ഭാര്യയ്ക്ക് നിന്നെക്കാളും ഗ്ലാമർ ഉണ്ടെങ്കിലും സുന്ദരിയാണെന്ന് പറയാൻ പാടില്ല. നിന്നെക്കാളും ഗ്ലാമർ നിന്റെ ഭാര്യക്കുണ്ടെന്ന് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓള് താഴെയെങ്ങും നിൽക്കൂല. ഓള് വിചാരിക്കും ഇവനില്ലെങ്കിൽ ഇവന്റെ വാപ്പ, അങ്ങനെ എന്താ താഴെയെങ്ങും നിൽക്കൂല, പിന്നെ അങ്ങ് കൂടും, അർശിന്റെ മുകളിലെത്തും. പെണ്ണിന്റെ സൗന്ദര്യം നോക്കിയിട്ട് കെട്ടാൻ പാടില്ല. 3 കുടുംബ മഹിമ നോക്കും. അവനവനെ കൊണ്ട് പറ്റുന്നിടത്ത് പോയി കയറിയാ പോരെ. പുളിങ്കൊമ്പിലേ പിടിക്കത്തുള്ളൂ. അത്തപ്പാടിയാ അന്നന്നത്തെ ചെലവിന് എന്റെ കഴിയില്ലാത്തവനെ ഒരു കോടീശ്വരന്റെ മോളെ കെട്ടും. അള്ളാന്റെ റസൂല് പറഞ്ഞു, നീ കുടുംബ മഹിമ നോക്കിയിട്ട് പെണ്ണ് കെട്ടല്ലേ, നീ ആ കുടുംബത്തിൽ നാറിപ്പോകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അവരുടെ മുന്നിൽ നീ നാണം കെട്ടുപോകും, അവനവനെ കൊണ്ട് പറ്റുന്നത്. അതുകൊണ്ടാ പറഞ്ഞത്, നീ നോക്കണ്ട ഒന്നാമത്തെ കാര്യം, അവക്ക് അള്ളാനെ പേടിയുണ്ടോ? നിസ്കരിക്കാൻ അറിയോ? അവൾക്ക് റസൂലുള്ളാഹിനെ കുറിച്ച് അറിയോ? ഖുർആൻ ഓതാൻ അറിയുമോ? ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്ക്. ആ കൃഷിയിടത്തിൽ നല്ല മക്കൾ ജനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്കൊക്കെ നല്ല ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തന്നതിന് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഒരു വാപ്പയും വിവാഹം കഴിക്കാത്ത മകനും കൂടെ ഈ മജ്ലിസിന്റെ സദസ്സിലുണ്ട്. ദുആ ചെയ്യുമ്പോ ഉസ്താദ് പറയുന്നു, മനസ്സിലെ ആഗ്രഹം എന്താണോ കരുതാൻ പറഞ്ഞാൽ, വിവാഹം കഴിക്കാത്ത മകൻ ഒരു സൈഡിൽ ഇരുന്ന് ചിന്തിക്കും, പടച്ചോനെ ഒരു സാലിഹത്തായ പെണ്ണിനെ എനിക്ക് തരണേ തമ്പുരാനെ. വാപ്പ ഇപ്പുറത്തിരുന്ന് പറയും, തന്നതിനെ ഒന്ന് നന്നാക്കി തരണേ പടച്ചവനെ. 2 പേര് ആവശ്യക്കാരിതാ. ഭാര്യയും വിവാഹം കഴിച്ചവരും കഴിക്കാത്തവരും എല്ലാവരും ഒരു സാലിഹത്തായ പെണ്ണിനെയാ കരുതുന്നേ. അള്ളാഹു നല്ല ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില പെണ്ണുങ്ങൾ വീടിന്റെ നാശമാണ്, ചില ഭാര്യമാർ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 6 സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ കാക്കുമാറാകട്ടെ. 6 സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്നവരാ. ഞാൻ പറഞ്ഞു തരാം, നിങ്ങളുടെ ഭാര്യമാർക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കൂ. പറമനുഷ്യന്മാരെ പറഞ്ഞു തരട്ടെ, ഉള്ള സമാധാനം പോയി കിട്ടും. നീ അനുഭവിക്കുന്നതിന്റെ കാരണവിതാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു, ഈ പറയുന്ന 6 ദുശീലങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിനക്കുണ്ടെങ്കിൽ തിരുത്തിക്കോ, ഇല്ലെങ്കിൽ നിന്റെ ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് പോകത്തില്ല. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തമ്മിലടിക്കാനല്ല, പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഭാര്യയ്ക്ക് ഉപദേശിച്ചു കൊടുക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാമത്തെ ഭാര്യ, വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാമത്തെ ഭാര്യ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴും രോഗം നടിക്കുന്നവളാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഭർത്താവ് വന്നിട്ട് പറയും, ഐഷ മോളെ, ഒരു സുലൈമാനി അള്ളാഹ് എനിക്ക് തലവേദനയേക്കാം. ഒരു രോഗമില്ലെങ്കിലും എപ്പോഴും അസുഖം നടിക്കുന്ന ചില ജന്തുക്കളുണ്ട്. ഒരസുഖമില്ലെങ്കിലും അസുഖം നടിക്കുന്ന പെണ്ണ്, വയ്യ വയ്യ വയ്യ. അവൾ എപ്പോഴെങ്കിലും ആരോഗ്യമുണ്ടോ എന്ന് പറയുന്ന ഇന്ന് വരെ കേട്ടിട്ടില്ല. എന്ത് ചെയ്യാൻ പറഞ്ഞാലും രോഗം നടിക്കുന്നവൾ, അവൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്നവരാ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ. ഭർത്താവ് ചെന്നിട്ട് ചോദിക്കും, കേട്ടോടി മൂദേവി ഇന്നങ്ങാര് പറഞ്ഞത്, ഈ പറഞ്ഞ എല്ലാ ഗുണവും നിനക്കൊണ്ട് മര്യാദയ്ക്ക് തിരുത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ തുടങ്ങിയേക്കരുത്. ഞാൻ പഠിക്കാൻ വേണ്ടിയാ പറയണത്, കലഹം ഉണ്ടാക്കാനല്ല. 2 ഞാൻ മൊത്തം പറയണോ? കേൾക്കാൻ ആഗ്രഹമുള്ള ആണുങ്ങളൊന്ന് കൈവക്കിക്കേ. ഇന്ന് തീരുമാനമായി. ഇന്ന് ബെഡ്റൂമിൽ കയറുമ്പോ പറയും, കേട്ടോ ഉണ്ടെങ്കിൽ തിരുത്തിക്കോ, നിന്നെ ഉപദേശിക്കല്ല, നന്നാകാൻ വേണ്ടിയാ. 2 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ ഭാര്യ ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവളാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിഞ്ഞ് 20 കൊല്ലമായി. ഭാര്യയും ഭർത്താവ് ഇന്നും വഴക്കുണ്ടാകുമ്പോ പെണ്ണുപിള്ള പറയും, അതേ വന്നത് വെറുതെ അല്ല, 30 പവനും 50 സെന്റും കാറുമായിട്ടാ വന്നേ. നിങ്ങളുടെ പെങ്ങളെ കെട്ടിക്കാൻ നേരത്ത് എന്റെ കയ്യിൽ കിടന്നതാ ഞാൻ ഊരിത്തന്നത്.
എൻ്റെ വാപ്പ മരിക്കുന്ന കാലം വരെ നോക്കിയത് ഞാനാ. ചെയ്ത നന്മകൾ എടുത്തെടുത്ത് പറയുന്നവൾ അവൾ നല്ലവളല്ല, വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ. അത് ഭർത്താക്കന്മാരും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടാ. ഭർത്താക്കന്മാർ എങ്ങനെ ഉണ്ടായി എങ്ങനെ ആയിരിക്കും. 3 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ പെണ്ണ് ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ വെളിയിലിരിക്കുക. രണ്ടുപേരും ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അയൽവാസിയായ ആമിനായും ഭർത്താവും കൂടെ വെളിയിലിട്ട് ഇറങ്ങാ. ആ സമയത്ത് ഈ ജന്തു ഭർത്താവിനോട് പറയാ, ആണെന്ന് പറഞ്ഞ അങ്ങനെ ഇരിക്കണം, അങ്ങാരുടെ ബോഡി കണ്ടോ, ഇത് നിങ്ങളിങ്ങനെ നടക്കുക. ഭാര്യയും ഭർത്താവും വീടിന്റെ മുന്നിലിരിക്കുമ്പോ തന്റെ ഭർത്താവിനെ മുന്നിലിരുത്തിയിട്ട് മറ്റൊരുത്തനെ കുറിച്ച് അവൻ വലിയവനാ, അവൻ മറ്റവനാ, മറിച്ചവനാ, അങ്ങനെ ആകണം എന്ന് മറ്റൊരു ആണിനെ ആഗ്രഹിക്കുന്നവൾ നല്ലവളല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ട്, അടുത്തണ്ടോ സ്നേഹം എന്ന് പറഞ്ഞ അങ്ങനെ ആയിരിക്കണം, ഇപ്പോഴും അവര് ചക്കയും മാങ്ങയും പോലെ എവിടെ പോയാലും കൊണ്ടു നടക്കും. ഇങ്ങനെ ഇരുത്തിയിട്ട് പറയും. ചില നട്ടലില്ലാത്ത ജന്തുക്കൾ ഇരുന്ന് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ചില കൊന്തന്മാരങ്ങനെ ഭാര്യ എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും. ഒരെണ്ണം തരന്നിട്ട് വിട്ടു കൊടുക്കേണ്ട സമയം അപ്പോഴാ. മറ്റൊരുത്തനെ കുറിച്ച് മറ്റൊരു ആണിനെ പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. അടിക്കാൻ പാടില്ല, പക്ഷെ അടിക്കേണ്ട സമയമുണ്ട് മനുഷ്യന്മാരെ. ചില സമയങ്ങളിൽ കൊടുക്കണം. താതാന്ന് പറയുമ്പോ പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്കുക. ചില പെണ്ണുങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കുക, ഒരെണ്ണം തായിക്കാന്ന് പറഞ്ഞു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് മൂന്നാമത്തെ പെണ്ണ് തന്റെ ഭർത്താവിനെ മുന്നിലിരിക്കുമ്പോ മറ്റൊരു ആണിനെ ആഗ്രഹിക്കുന്നവൾ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നാലാമത്തത് അവക്ക് മക്കളെ നോക്കാൻ സമയമില്ല, ഭർത്താവിനെ നോക്കാൻ സമയമില്ല, വീട് നോക്കാൻ സമയമില്ല. 24 മണിക്കൂറും ഒടുക്കത്തെ ഒരുങ്ങുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവക്ക് ആരെയും നോക്കാൻ സമയമില്ല. എഴുന്നള്ളത്തിന് നിൽക്കുന്ന ആനയെ പോലെ പട്ട ഇങ്ങനെ നിൽക്കണം. എല്ലാം കെട്ടിയിട്ട് എപ്പോഴും ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കണം. അവക്ക് അവളെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഒരുങ്ങണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പെണ്ണൊരുങ്ങേണ്ടത് നാട്ടുകാരുടെ മുന്നിലല്ല, ഭർത്താവിന്റെ മുന്നിലാണ്. വേണം, പക്ഷെ ആവശ്യത്തിന് വേണം. ഒരുപാടായി പോയാ അത് പിന്നെ ദുരന്തങ്ങളിലേക്ക് എത്തിക്കും. അപ്പൊ 24 മണിക്കൂറും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്നവൾ അവൾ നന്മയുള്ളവളല്ല. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ. 5ാമത്തെ പെണ്ണ് ഭർത്താവിന്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലേ അവൾക്കറിയണ്ട. ഭർത്താവിന്റെ കയ്യിൽ പണമുണ്ടോ ഇല്ല അതൊന്നും അറിയണ്ട. കാണുന്നത് മുഴുവനും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവളാ. അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ ചിലരുണ്ട്, ലുലു സെന്ററിൽ കൊണ്ടുപോയി ലോൺ എടുത്തിട്ടാ പോയെ. അവള് ചോദിച്ചത് മുഴുവനും വാങ്ങിക്കൊടുത്തു. ഇനി വണ്ടിക്കൂലിക്ക് മാത്രമേ കാശുള്ളൂ. വെളിയിലിറങ്ങുമ്പോൾ അപ്പുറത്ത് കടയിൽ കിടക്കണ ചുരിദാർ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ പിന്നെ കൊച്ചി മുതൽ വീട് വരെ തല്ലായിരിക്കും. അങ്ങനെ ചില പെണ്ണുങ്ങൾ അവള് നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. 6ാമത്തെ പെണ്ണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വിളിച്ചാൽ പറയും, ഞാൻ കുളിച്ചിട്ടില്ല, എനിക്ക് അവൻ അങ്ങനാണ്, രോഗമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒഴിയുന്നവളാ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ 5 സ്വഭാവം നിനക്കുണ്ടെങ്കിൽ തിരുത്തിക്കോ, രക്ഷപ്പെട്ടു പോകും. തിരുത്താ മനസ്സില്ല, ഇങ്ങനെ തന്നെ പൊക്കോ, അനുഭവിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നന്മയുള്ള മക്കൾ, ഖുർആൻ പറഞ്ഞ മക്കൾ നമുക്ക് കിട്ടണമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ മോനെ, വിവാഹം കഴിക്കുന്ന സമയത്ത് നീ ഒന്നാമതായി നോക്കേണ്ടത് അല്ലാഹുവേ അവൾക്ക് ദീനുണ്ടോ എന്ന് നോക്കണേ. അങ്ങനെ നീ ഒരു പെണ്ണ് കണ്ട് പടച്ചവനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ, നിന്റെ വിവാഹം ഉറപ്പിച്ചോ. 2, നിനക്ക് സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, പ്രവാചകൻ പറയുകയാ, ആദ്യ വിവാഹം നടന്നത് നമ്മുടെ ബാപ്പയുടെയും ഉമ്മയുടെയും വിവാഹം നടന്നത് സ്വർഗത്തിൽ വെച്ചാ. ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും വിവാഹം നടന്നത് സ്വർഗത്തിൽ വെച്ചാ. വിവാഹം കഴിക്കുന്നത് സ്വർഗത്തിൽ പോയി ജീവിക്കാരാ. എല്ലാവരും വിവാഹം കഴിക്കുന്നത്, എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പോലും നമുക്ക് പറഞ്ഞു തന്നില്ലേ, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ ലറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തു വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം.
കരീം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു നാളെ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തില് സ്വർണ്ണത്തിന്റെ ചാരുകസേലയിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും തന്റെ മക്കളും ഇരുന്നു കൊണ്ട് അതാ ആസ്വദിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുമ്പോ നമ്മുടെ ജീവിതം ദുനിയാവിലല്ല, നമ്മൾ കാലാകാലം ജീവിക്കേണ്ടത് പടച്ചവന്റെ സ്വർഗ്ഗത്തിലാണ്. നമ്മുടെ തറവാട് അവിടെയാ. അതുകൊണ്ട് റസൂലുള്ള പറയുന്നു ആദ്യ വിവാഹം നടന്നത് പടച്ചവന്റെ സ്വർഗ്ഗത്തിൽ വെച്ചാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ദുനിയാവിലെ ഏറ്റവും വലിയ സ്ഥലമേതെന്നറിയുമോ? ദുനിയാവിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമേതെന്നറിയുമോ? അതല്ലാഹുവിന്റെ പള്ളികളാ, അതല്ലാഹുവിന്റെ പള്ളികളാ. അതുകൊണ്ട് മോനെ, നിന്റെ രക്തത്തിൽ നല്ല മക്കള് പിറക്കണമെങ്കിൽ രണ്ട്, നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ കാര്യം പള്ളി വെച്ച് നിക്കാഹ് നടത്തണം. ഈ നാട്ടിൽ എത്രയോ ഹിന്ദുക്കളുണ്ട്, ഇന്ന് വരെ ആരുടെയെങ്കിലും കല്യാണം വീട്ടിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. അവരുടെ നിക്കാഹ് അവർ അമ്പലത്തിൽ വെച്ച് നടത്തത്തുള്ളൂ. ഇനി ക്രിസ്തുമത വിശ്വാസികളാകട്ടെ, ഏത് കോടീശ്വരനാണെങ്കിലും അവരുടെ പള്ളി വെച്ചിട്ട് നിക്കാഹ് നടത്താറുള്ളൂ. നമ്മൾ അങ്ങനല്ല, നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തൂ. അവർക്ക് നല്ലതറിയാം, നമുക്ക് നല്ലതറിയത്തില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മനുഷ്യന്മാർക്കറിയാൻ നല്ലതെന്താണ്, നമുക്ക് തിരിയൂല. നമുക്ക് പള്ളി വെച്ച് നടത്താന്ന് വെച്ചാൽ അതൊക്കെ ഈ പ്രായമുള്ളവർക്കൊക്കെ പറഞ്ഞിട്ടുള്ള ഹാജി, നമ്മളിപ്പോ വലിയ ആളായില്ലേ. അത് തന്നെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒരു കോമഡിയാ. പള്ളിയിലെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ കാണേണ്ട കാഴ്ചയാ. പടച്ചവനെ, അല്ലാഹു ഏറ്റവും കൂടുതൽ ഉസ്താദന്മാര് ചിരിച്ചൂപ്പാട് വരുന്നത് നിക്കാഹ് നടക്കുമ്പോഴാണ്. ഓരോ ജന്തുക്കനെ ഞാൻ ചോദിക്കട്ടെ, ജനിച്ച കാലം മുതൽ നമുക്കൊക്കെ ഒരുങ്ങാൻ അറിയാം. നമുക്കൊരു പക്വത എത്തിയത് മുതൽ ഞാനും നിങ്ങളും സ്വന്തമായിട്ട് ഒരുങ്ങാം. ഇന്ന് കല്യാണ ചെറുക്കനെ ഒരുക്കാൻ വേണ്ടി ഒരു ടീമുണ്ട്. ഓനൊന്നും അറിയില്ല, ഓനെ ഒരുക്ക കഫൻ തുണി പൊതിയുന്നത് പോലെ. അവനെ എല്ലാ രീതിയിലും ഒരുക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വലിച്ചു കയറ്റിയിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് പള്ളിയിലിരുത്തും. അപ്പൊ ഹത്തീബ് വന്നു, എല്ലാരും വന്നു, സാക്ഷികളൊക്കെ വന്നു. ഉസ്താദ് ചോദിക്കും, മോനെ മഹർ എത്ര ആടാന്ന്. ഓനിങ്ങനെ പൊട്ടനെ പോലെ ഇരിക്കാം. ഉസ്താദ് ചോദിക്കും, മഹർ എത്ര ആടാ? അപ്പൊ ഇങ്ങനെ വായും തുറന്നിരുന്നിട്ട്, വാപ്പ മഹർ എത്ര? ചിലപ്പോ വാപ്പ പറയും ഇത്രയെന്നില്ലെങ്കിൽ അടുത്ത ആളോട് ചോദിക്കും. ഇതാ അവസ്ഥ. സ്വന്തം മഹർ എന്താണെന്ന് പോലും അറിയാത്ത ചെറുപ്പക്കാർ. അത് കഴിഞ്ഞ് ഉസ്താദ് കയ്യിൽ പിടിച്ച് അങ്ങോട്ട് വെച്ച് പറയും, മുഖം നോക്കാൻ. ഭർത്താവ് ഭാര്യയുടെ വാപ്പാടെ മുഖത്ത് നോക്കുമ്പോഴേ പുഞ്ചിരി. ഉസ്താദ് പറഞ്ഞു കൊടുക്കും, സവ്വജ്തുക. ഓനിരുന്ന് തപ്പുക. കല്യാണ ചെറുക്കന്റെ കയ്യിൽ പിടിച്ചിട്ട് ഓൻ തപ്പുക, ചപ്പപ്പന്ന് പറഞ്ഞിട്ട് പറയാൻ അറിയത്തില്ല, പൊട്ടൻ അതുപോലും അറിയത്തില്ല. ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് എങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞു ഒപ്പിക്കും. ഒപ്പിച്ചു കഴിഞ്ഞിട്ട് ഉസ്താദ് അങ്ങോട്ട് പടച്ചോനെ, അല്ലാഹുമ്മ അയ്യുഹൽ അറൂസാൻ ബറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമഅല്ലാഹു ബൈനകുമാ ഫീ ഖൈരി ഇവന് വേണ്ടി ദുആ ചെയ്യാ. പടച്ചോനെ, ഈ നവദമ്പതികൾക്ക് നീ ബർക്കത്തും ഐശ്വര്യവും സന്തോഷം. ഈ പൊട്ടനൊന്ന് ആമീൻ പിടിക്കാൻ പോലും സമയമില്ല, മടിയിലെടുത്ത് കടത്തിയിട്ട് വായി നോക്കിയിരിക്കുക. എന്ന് ചിന്തിച്ച് നോക്കിയേ, അവന്റെ വാപ്പ പോലും അവന് ദുആ ചെയ്യാറില്ല. കല്യാണത്തിന് വിളിച്ചവർ മുഴുവനും കാന അടിച്ചിട്ട് പോകും, ചിരിക്കും, ഓൾ ദ ബെസ്റ്റ് കഴിഞ്ഞു. ആരാ ദുആ ചെയ്യുന്നത്? ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നത് പള്ളിയിലെ ഖത്തീബ. ആ സമയത്ത് പോലും ആമീൻ പറയാൻ വയ്യ. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നിട്ട് ഓടുക ഓഡിറ്റോറിയത്തിൽ. എന്തെല്ലാം പേക്കൂത്തുകൾ, എന്തെല്ലാം പേക്കൂത്തുകൾ. ചില ഹാജിയാക്കന്മാരുടെ മോളുടെയൊക്കെ വിവാഹം കണ്ട ചോദിക്കും, മോന്റെ വിവാഹം പള്ളിയിലെ വലിയ കൊണാണ്ട്ര. ചോദിക്കും, മോന്റെ നിക്ക. അയ്യോ ഉസ്താദെ, ഞാൻ പറഞ്ഞ അവൻ കേൾക്കൂല ഉസ്താദെ. കാണവില്ലേ വാപ്പ നിനക്ക് പറയാം. ഞാൻ പറഞ്ഞാ കേൾക്കൂല. സ്വന്തം മോനെ കുറിച്ച് പറയാ. ചിലര് പറയുന്നത് ഒന്നല്ലേ ഉള്ളൂ, അപ്പൊ എന്നവൻ ഇത്തിരി നല്ല പോലെ ആയിക്കോട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തെല്ലാം പേക്കൂത്തുകൾ വിവാഹത്തിന്റെ തലേ ദിവസം മുതൽ തുടങ്ങുകയാ. മൈലാഞ്ചി മുതൽ തുടങ്ങും, പാതിരാത്രി 12 മണി വരെ കല്യാണ വീട്ടിൽ കിടന്ന് എന്തെല്ലാം പേക്കൂത്തുകൾ. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങും. വിവാഹം ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം, ഒരാണിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം വിവാഹം. ആ സമയത്ത് അന്നത്തെ ദിവസം സുബഹിയില്ല, 7 മണി വരെ കിടന്ന് നല്ല ഉറക്കം. ശൈത്താൻ മൂക്കിനകത്തും വായിക്കാത്തും ചെവിക്കാത്തും മൂത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കുടിച്ചിട്ടാ പെണ്ണ് കെട്ടാൻ പോണേ. അതും കുടിച്ചിട്ടാ പെണ്ണ് കെട്ടാൻ
കെട്ടാൻ പോന്നേ. എന്നിട്ടോ പടച്ചവനെ എന്തെല്ലാം ആട്, എന്തെല്ലാം നിക്കാഹ്, പടച്ചവനെ വല്ലാത്തൊരവസ്ഥയാ. ഗാനമേള നടത്തുന്നവരുണ്ട്, എന്തെല്ലാം അനാചാരങ്ങളിലൂടെ വിവാഹം നടന്നു. അത് കഴിഞ്ഞാ പിന്നെ എഴുന്നള്ളത്തിന് വരുന്ന, അമ്പലത്തിൽ നിന്ന് പറയെടുക്കാൻ വരുന്ന ആനയെ കൊണ്ടുവരുന്നത് പോലെ പടച്ചവനെ വിവാഹ പെണ്ണും ചെറുക്കനും വരുന്ന ഒരു കാഴ്ചയുണ്ട്. ഘോഷയാത്രയല്ലേ, JCBയിൽ കൊണ്ടുവരുന്നവരുണ്ട്, പെട്ടിലോ അതാ ചെറിയ ഓട്ടോയ്ക്കകത്ത് കൊണ്ടുവരുന്നവരുണ്ട്, സൈക്കിളിനകത്ത് കൊണ്ടുവരുന്നവരുണ്ട്, ചെണ്ടമേളം നടത്തിയിട്ട് പുതുമണവാളനെയും മണവാട്ടിയെയും കൊണ്ടുവരുന്നവരുണ്ട്. അല്ലാഹുവേ, പിന്നെ എല്ലാം കഴിഞ്ഞു, പാതിരാത്രി എത്തിക്കഴിഞ്ഞ ഭാര്യയും ഭർത്താവും മണിയറക്കകത്തേക്ക് കടന്നു പോകുമ്പോ ആ സമയത്ത് പോലും പടക്കം പൊട്ടിക്കാൻ കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം കടന്നു വരുമ്പോ കുടുംബക്കാര് മുഴുവനും അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇല്ലടാ ഇല്ലടാ, നിന്റെ രക്തത്തിൽ നിനക്ക് നല്ല മക്കള് പിറക്കൂലടാ. എന്റെ പ്രിയമുള്ള മുസ്ലിം പെണ്ണ്, പൊന്നുമോളെ, നിന്റെ വയറ്റില് നല്ല മക്കള് പിറക്കൂല. നിനക്ക് ഗുണം ചെയ്യുന്ന മക്കളെ നിനക്ക് അല്ലാഹു തരൂല. കാരണം നിന്റെ വിഭാഗത്തിന് വന്നവര് മുഴുവനും തലയിൽ കൈവച്ചിട്ട് നിന്നെ ശപിച്ചിട്ടാ പോകുന്നത്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ, ദീനുള്ള കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടണം. സ്വന്തം മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ അവന് പണമുണ്ടോ എന്നല്ല ആദ്യമായി നോക്കേണ്ടത്, അവൻ അല്ലാഹുവിനെ പേടിയുണ്ടോ എന്ന് നോക്കണേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നൊന്ത് പ്രസവിച്ച പൊന്നുമോള്, 18 കൊല്ലം പൊന്നുപോലെ വളർത്തിയ നിന്റെ പൊന്നാര മകള് പടച്ചവനെ ഒരുത്തന്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുമ്പോ അവൻ അല്ലാഹുവിനെ പേടിയുള്ളവനാണോ, അവന് നിസ്കാരമുള്ളവനാണോ എന്നാണ് പെങ്ങളെ നോക്കേണ്ടത്. വിവാഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുമോ? മണവാളനും മണവാട്ടിയും എങ്ങനെയെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളെ കെട്ടിച്ചു കൊടുത്തത് ആർക്കെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ജോലി എന്തെന്നറിയുമോ? പടച്ചവനെ പുല്ല് വെട്ടിക്കെട്ട് ഒട്ടകമുള്ള മുതലാളിമാരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് കിട്ടുന്ന ദിർഹം കൊണ്ട് കഴിയുന്ന പാവപ്പെട്ട അലിയാര് തങ്ങളോട് ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അലിയേ, ഫാത്തിമാനെ നിനക്കിഷ്ടമാണോ അലിയേ? എന്റെ പൊന്നുമോളെ നീ വിവാഹം കഴിക്കുമോ അലിയേ? അവസാനം എന്റെ പ്രിയമുള്ളവരെ വിവാഹം കഴിഞ്ഞു. പുതുമണവാട്ടി എന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, വിവാഹം കഴിക്കുന്ന പെണ്ണെങ്ങനെ ആകണമെന്നറിയുമോ? അലിയാര് തങ്ങൾ അതിന്റെ മണവാട്ടിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ പിടിച്ചിട്ട് മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അതാ ഫാത്തിമ ബീവി മണിയറയിൽ കയറി അലിയാര് തങ്ങൾ കടത്തിച്ചു വെച്ചിരിക്കുന്ന, അലിയാര് തങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കങ്ങണയ്ക്കുകയാണ്. കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കങ്ങണച്ചു. അല്ലാഹുവേ, വീടിന്റെ കവാടമടഞ്ഞു. കുറെ സമയം കഴിയുമ്പോ വസമിഅനാ സൗതൻ ഹനീനാ, മണിയറക്കകത്തിരുന്നൊരു പൊട്ടിക്കരച്ചല് കേൾക്കുകയാണ്. ഒരു വല്ലാത്ത കരച്ചല് കേൾക്കുകയാ, ഒരു തേങ്ങല് കേൾക്കുകയാ. അലിയാര് തങ്ങള് ചെന്ന് നോക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മണിയറക്കകത്തിരുന്ന് കരയുകയാണ്. അലിയാര് തങ്ങള് ചോദിച്ചു, ഫാത്തിമ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? നിന്റെ ഉപ്പയുടെ മുന്നില് മക്കയിലെ കോടീശ്വരന്മാര് വന്ന് കാത്തിരുന്നല്ലോ, നിന്നെ നിർബന്ധിച്ച് വിവാഹം കഴിച്ചതാണോ? ഫാത്തിമ ബീബി തന്റെ കൈയെടുത്തിട്ട് അലിയാര് തങ്ങളുടെ വാ പൊത്തിപ്പിടിച്ചിട്ട് അവിടെന്ന് പറഞ്ഞു, അലിയേ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ. നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ഫാലിയേ? അലിയാര് തങ്ങള് ചോദിച്ചു, പിന്നെ എന്തിനാ കരയുന്നത്? അവിടെന്ന് പറഞ്ഞു കൊടുത്തു, അലിയേ, ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമാ, ഇന്ന് നമ്മുടെ അതിരാത്രിയാ, ഇത് നമ്മുടെ മണിയറയാ. ഈ വീടിനകത്തേക്ക് കയറി വന്നപ്പോ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം കണച്ചപ്പോ ഈ മണിയറക്കകത്ത് വല്ലാത്ത ഇരുള് വന്നലിയേ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? ഇനി നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസം
ദിവസമുണ്ടല്ലോ, ഈ ലോകത്ത് നിന്ന് നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഒരാള് ഭൂമിക്ക് മുകളിലും ഒരാള് 6 അടി മണ്ണിനകത്തും കിടക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. 6 അടി മണ്ണിനകത്ത് വല്ലാത്ത ഇരുളാണല്ലോ അലിയേ. ആ ഖബറിനെ കുറിച്ച് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ലേ. അവിടെയല്ലേ രക്ഷപ്പെടേണ്ടത്, അവിടമല്ലേ മണിയറയാക്കേണ്ടത്, ആ മണ്ണറയല്ലേ മണിയറയാക്കേണ്ടത്. അൽ ഖബറു അവ്വലു മിമ്മൻ മനാസിലിൽ ആഖിറ. ചിരിക്കുന്ന മുഖത്തോടെ മണിയറക്കകത്തേക്ക് കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അതാ ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച്, അതിന്റെ ഇരുളിനെ കുറിച്ച്, അതിന്റെ അദാബിനെ കുറിച്ച്, അതാ കരകണ്ട ഖബറിനെ കുറിച്ച് പാതിരാത്രി മണിയറയുടെ രാത്രിയില് അതിരാത്രിയില് ഖബറിന്റെ ജീവിതത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണങ്ങ് നിറയുകയാ. അലിയാരിതങ്ങൾ മണിയറക്കകത്ത് നിന്ന് കരയുകയാണ്. ആ സമയത്ത് അലിയാരിതങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഭാര്യ പറയുന്നു, അലിയേ നമ്മുടെ മണ്ണറ മണിയറയാക്കണ്ട്, നമ്മുടെ മണ്ണറ മണിയറയാക്കണ്ട്. അതുകൊണ്ട് അലിയേ ഇന്ന് രാത്രി നമുക്ക് നിസ്കരിക്കാം അലിയേ. ജീവിതത്തിന്റെ ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിന്റെ തുടക്കമായ 6 അടി മണ്ണാണ് മണിയറയാക്കേണ്ടത്. അതിനകത്ത് സ്വർഗത്തിന്റെ കവാടം കാണണ്ട്, അതിനകത്ത് സ്വർഗത്തിന്റെ പരിമളമടിക്കണ്ട്, അതിനകത്ത് സ്വർഗത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്നുറങ്ങണ്ട്. കണ്ണെത്താ ദൂരത്തിലേക്ക് ഖബർ വിശാലമാകണ്ട അലിയേ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി അള്ളാന് മാറ്റിവെക്കാ എന്ന് പറയുന്ന ഒരു പെണ്ണാകാ കഴിയണം പെങ്ങള്. എന്റെ പ്രിയമുള്ള പെങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, വിഭാഗത്തിന്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പച്ച വ്യഭിചാരം എന്തെന്നറിയുമോ? ഏറ്റവും വലിയ വ്യഭിചാരം വാപ്പയും ഉമ്മയും കൂടെ പറപ്പും കെട്ടിയ ഭർത്താവ് പടച്ചവനെ വ്യഭിചരിക്കാൻ ഒരു അവസരം കൊടുക്കുന്ന സമയമുണ്ട്. ഏത് സമയമെന്നറിയുമോ? പടച്ചവനെ 18 കൊല്ലം 19 വർഷം അള്ളാഹുവിനെ പേടിച്ച് നല്ല രീതിയിൽ പോറ്റി വളർത്തിയ പൊന്നുമോള് ഒരുത്തന്റെ കയ്യിലേക്ക് പിടിച്ച് കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞില്ല. ആ വിവാഹമെന്ന പുണ്യമായ കർമ്മം നടന്നിട്ട് അവൻ പോലും അവന്റെ ഭാര്യയുടെ ശരീരത്തെ തൊട്ടിട്ടില്ല. പക്ഷേ വിവാഹത്തിന്റെ ഓഡിറ്റോറിയത്തിൽ ആ സ്വന്തം ഭാര്യയെ പിടിച്ചടുത്ത് നിർത്തിയിട്ട് കണ്ട കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാർ, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, എന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് കെട്ടിയ പെണ്ണിനെ കണ്ടവന്റെ നടുക്ക് നിർത്തിയിട്ട് സെൽഫി എടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ, നിന്ന് കൊടുക്കല്ലേ മോളെ, നിന്ന് കൊടുക്കല്ലേ മോളെ. നീമാനുള്ളവളാ, നീമാനുള്ളവളാ, അള്ളാനെ പേടിച്ച് ജീവിച്ചവളാ. മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് അവിടെന്ന് ചോദിച്ചു, അലിയേ പോവുകയാലിയേ, പോവുകയാലിയേ, എനിക്കൊന്ന് പൊരുത്തം തരുവോ അലിയേ. അല്ലാഹുവേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അലിയാര് തങ്ങളോടൊരു വസിയത്ത് പറയുകയാ. എന്തേ വസിയത്തെന്നറിയുമോ? എന്തേ വസിയത്തെന്നറിയുമോ? ഞാൻ മരിച്ചു പോയാ പകലെന്നെ കൊണ്ടുപോയി കബറടക്കല്ല അലിയേ, രാത്രിയിലെ കബറടക്കാവോ? അലിയാര് തങ്ങള് ചോദിച്ച കാരണമെന്ത്? അലിയാര് തങ്ങള് ചോദിച്ച കാരണമെന്ത്? അവിടെന്ന് പറയുന്നു, അലിയേ എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല അലിയേ. എന്നെ പകലാണ് കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരായിരിക്കുമല്ലോ അലിയേ. എന്നെ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ ശരീരം ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ അലിയേ.
അതുകൊണ്ട് രാത്രിയെ കബറടക്കാവൂ. പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനാ, പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനാ. ഉമ്മ മക്കളെ വളർത്തേണ്ടത് അങ്ങനാ, ചെറുപ്പക്കാരാ ഭാര്യ വളർത്തേണ്ടത് അങ്ങനാടാ. അല്ലാതെ കണ്ടവന്റെ കൂടെ പിടിച്ചു നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാറ്, പച്ച വ്യഭിചാരം നടത്താൻ അവസരം കൊടുക്കുന്നവര് നിനക്ക് നല്ല മക്കള് പിറക്കൂല, നിന്റെ കുടുംബത്തിന് നല്ല മക്കള് ജനിക്കൂല. ഫാത്തിമാ ബീവി റളിയല്ലാഹു തആല വിഭാഗത്തിന്റെ രാത്രിയിലെ ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയ പ്രിയപ്പെട്ട ഭാര്യ, പടച്ചുറപ്പേ ഏത് വാപ്പയുടെ മകളാ, ഏത് വാപ്പയുടെ മകളാ. അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ ഭാര്യമാരിൽ ഏറ്റവും വയസ്സ് കുറഞ്ഞ ആയിഷാ ബീവി റളിയല്ലാഹു തആല 18 വയസ്സുള്ള ആയിഷാ ബീവിയുടെ നെഞ്ചത്ത് ചാരിക്കിടന്നിട്ട് റസൂലുള്ളാഹി പോവുകയാ. വാപ്പ ഭാര്യയുടെ മടിയിൽ കിടന്നു പോയി. അല്ലാഹുവേ പൊന്നുമോൾ ഭർത്താവിന്റെ മടിയിൽ കിടന്നു പോവുകയാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ റസൂലുള്ളാഹി പറയുന്നു, രണ്ട് നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിപ്പോ ബോറടിച്ചു തുടങ്ങിയ നിർത്താറായോ? ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഒരു കുറച്ചു നേരം കൂടെ, ഒരു അരമണിക്കൂറോടെ ഞാൻ നിർത്തിയേക്കാം. ഒത്തിരി വെള്ളമെങ്കിലും എന്താ പോകുന്നിടം വരെ പോകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ തണുക്കായിത്തിരി നേരം വേണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 3 എന്തായാലും മണിയറയിൽ ഇരുത്തിയിട്ട് പോണത് ശരിയല്ലല്ലോ, കുറച്ചുകൂടെ അങ്ങോട്ട് കടത്തി വിട്ടിട്ട് പോകാം. കല്യാണം കഴിഞ്ഞു, പെണ്ണുമാണ് മണിയറയിൽ കയറി. ഭാര്യയും ഭർത്താവും മണിയറയിൽ കയറി. മണിയറയിൽ കയറി കഴിയുമ്പോ പിന്നെ ഫസ്റ്റ് ചർച്ചകൾ തുടങ്ങി. പഴയ ചരിത്രങ്ങളൊക്കെ അങ്ങോട്ട് പറയും. അത് കഴിയുമ്പോ ഭർത്താവ് ഭാര്യയോട് ചോദിക്കും, എത്ര മക്കൾ വേണം? 3 എണ്ണം. 1 എഞ്ചിനീയർ, 1 കളക്ടർ, 1 MLA. ഇവിടെ ഒന്നും തുടങ്ങിയില്ല, അതിനു മുമ്പേ മക്കളെ തുടങ്ങി. പിന്നെ അവിടെ ചർച്ചകൾ തുടങ്ങി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 നല്ല മക്കളെ കിട്ടണമെങ്കിൽ 3 അള്ളാന്റെ ഖുർആൻ പറയാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞവരൊക്കെ ചിന്തിക്കുക, പടച്ചവനെ ഇത് വല്ലോ എന്താ, ഇത് വല്ലതും നടന്നിട്ടുണ്ടോ? ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ലല്ലോ, ഇനിയിപ്പൊ എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? അപ്പൊ നിനക്കും രക്ഷപ്പെടാനുള്ള വഴി അവസാനം പറയാം. ഇത് നിന്റെ മക്കളുടെ കാര്യത്തിലെങ്കിലും സൂക്ഷിക്കും. നിനക്കേ പറ്റിയില്ല, നിന്റെ മക്കളുടെ കാര്യത്തിലെങ്കിലും സൂക്ഷിക്കുക. 3 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഖുർആൻ പറയാ. അള്ളാന്റെ ഖുർആൻ പറയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3ാമതായിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണേ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുർറത അയ്യുനിനെ പടച്ചവരെ, എന്റെ കണ്ണിന് കുളിർമയാകുന്ന മക്കളെ എനിക്ക് തരണേ അല്ലാ. മക്കളെ കിട്ടാ ദുആ ചെയ്യണേ. സാലിഹായ മക്കളെ കിട്ടാ ദുആ ചെയ്തിട്ട് മക്കളെ നേടണം. ചെറുപ്പക്കാരാ, ദുആ ചെയ്തിട്ട് വാങ്ങണം മക്കള്. റബ്ബിനോട് ദുആ ചെയ്തിട്ട് വാങ്ങണം മക്കള്. ഒരു വാപ്പ ദുആ ചെയ്തിട്ട് ഒരു മകനെ ചോദിച്ചു വാങ്ങി. ഒരു വാപ്പ ഒരു മോനെ കിട്ടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. ഏത് വാപ്പയെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ എന്ന് പറയുന്ന ഒരു പൊന്നുമോന്റെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഇതുപോലെ അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ ഒരു മകനില്ല. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം പടച്ചറപ്പേ, വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി പടച്ചവനെ മക്കളില്ല. അതാ ഒരുപാട് പ്രായമായി. ചരിത്രം പറയുന്നു 120 വയസ്സ്, ഭാര്യയ്ക്ക് 99 വയസ്സ്. സക്കരിയാ നബി അലൈഹിസ്സലാം അതാ നോക്കുമ്പോ മറിയമെന്ന് പറയുന്ന 9 വയസ്സുള്ള ഒരു പൊന്നുമോള് പടച്ചവന്റെ പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പഴങ്ങൾ കലിച്ചു കൊണ്ടിരിക്കുകയാ. ആ പഴങ്ങളൊന്നും ആ സമയത്ത് കിട്ടുന്നതല്ല, ആ സമയത്ത് കിട്ടുന്ന പഴങ്ങളല്ല. പക്ഷേ 9 വയസ്സുകാരിയുടെ മുന്നിൽ പഴങ്ങൾ ഇരിക്കുകയാണ്. സക്കരിയാ നബി ചോദിച്ചു, ഖാലയാ മറിയമു അന്നാ ലകി ഹാദാ? ഖാല
ഹുവ മിൻ ഇൻദില്ലാഹ്. മോളെ മറിയമേ, എവിടെ നിന്നാണ് ഈ പഴങ്ങൾ? എവിടെ നിന്നാണ്? ഇതൊന്നും ഈ നാട്ടിൽ കിട്ടുന്നതല്ലല്ലോ, പിന്നെ എവിടെ നിന്ന് നിനക്ക് ഈ പഴങ്ങൾ കിട്ടി? മറിയം ബീവി പറഞ്ഞു, എനിക്കെന്റെ റബ്ബ് തന്നതാ, എന്നെ പടച്ച റബ്ബ് എനിക്ക് തന്നതാ. സക്കരിയാ നബി രണ്ട് കൈയും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, റബ്ബേ, സാലിഹായ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന, കണ്ണിന് കുളിർമയാകുന്ന, എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന, സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുന്ന സാലിഹായ മക്കളെ തരണേ അല്ലാ. 120ാമത്തെ വയസ്സിൽ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, കൊടുത്തു പെങ്ങളെ, അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുത്തു. ആ മോന് പേരിട്ടത് അല്ല തന്നെയാ, അല്ലാഹുവാ പേരിട്ടത്. ലോകത്ത് മറ്റൊരാൾക്കും ആ പേരില്ലായിരുന്നു, അല്ല തന്നെ പേരിട്ട് യഹിയാ. യഹിയ എന്ന് പേരിട്ടത് പടച്ച റബ്ബാ. എന്റെ പ്രിയമുള്ളവരെ, യഹിയാ നബി അലൈഹിസ്സലാം 11 വയസ്സായി. വാപ്പ നോക്കുമ്പോ തന്റെ പൊന്നുമകനെ കാണുന്നില്ല, തന്റെ പൊന്നുമോനെ കാണുന്നില്ല. വയസ്സാം കാലത്ത് റബ്ബിനോട് ഭാര്യയും ഭർത്താവും കരഞ്ഞു ദുആ ചെയ്തിട്ട് നിനക്ക് കിട്ടിയതാണ്. തന്റെ പൊന്നുമോനെ കാണാതെ വന്നപ്പോ സക്കരിയാ നബി ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ ചെന്നിട്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, നാഥാ, കൈവിടല്ലേ പടച്ചവര്, കൈവിടല്ലേ പടച്ചവര്. വയസ്സാം കാലത്ത് നീ നൽകിയ സമ്മാനമാണ് റബ്ബേ, എന്റെ പൊന്നുമോനെ തിരിച്ചു തരണേ പടച്ചവര്. സക്കരിയാ നബി ദുആ ചെയ്തിട്ട് തിരിച്ചു തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ശ്മശാനത്തിൽ നിന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയോ, പാതിരാത്രി കബറിനകത്ത് നിന്നൊരു കരച്ചിൽ കേൾക്കുകയാണ്. സക്കരിയാ നബി നടന്നു ചെല്ലുമ്പോ ഇടിഞ്ഞു കിടക്കുന്ന പഴക്കം ചെന്ന ഒരു കബറിനകത്തിരുന്ന് അല്ലാഹുവേ ഒരു പൊന്നുമോന് കരയുകയാണ്. സക്കരിയാ നബി ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കരയുന്നത് ആരെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ യഹിയാ. സക്കരിയാ നബി അലൈഹിസ്സലാം അവിടെന്ന് ചോദിച്ചു, മോനെ യഹിയാ, എന്തിനാ മോനെ കരയുന്നത്? എന്തിനാ കബറിനകത്ത് വന്നിരുന്ന് കരയുന്നത്? അവിടെന്ന് പറഞ്ഞു കൊടുത്തു, വാപ്പാ, വന്ന് കിടക്കേണ്ടത് ഇതിനകത്തല്ലേ ഉപ്പാ. 11 വയസ്സുള്ള കുഞ്ഞ് അല്ലാഹുവേ പാതിരാത്രി വന്ന് കബറിനകത്തിറങ്ങിയിരുന്നിട്ട് അവസാനം വന്ന് കിടക്കേണ്ടത് 6 അടി മണ്ണിനകത്താണെന്നോർത്ത് കരഞ്ഞു കൊടുത്തു. കരഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ദുആ ചെയ്തിട്ട് കെട്ടുന്ന മക്കളെങ്ങനാ. അതുകൊണ്ട് ദുആ ചെയ്യണേ, റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിന്, എന്റെ കണ്ണിന് കുളിർമയാകുന്ന, എന്റെ കണ്ണിന് കുളിർമയാകുന്ന മക്കളെ തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യടൂ. ഒരു മോളെ പറഞ്ഞു തരട്ടെ, ദുആ ചെയ്തിട്ട് കിട്ടിയ രണ്ടാമത്തെ ഒരു മകളെ പറഞ്ഞു തരട്ടെ. ഹന്നത്തു ബീവി റളിയല്ലാഹു തആല അൻഹാ, ഹന്നത്തു ബീവി റളിയല്ലാഹു തആല അൻഹാ പ്രായമായി പടച്ചവരെ തനിക്ക് കുഞ്ഞിനെ കിട്ടാതെ വന്നപ്പോ ഒരു ദിവസം ഈന്തപ്പഴ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പർവ്വതന്റെ വായിൽ ഭക്ഷണം വെച്ചിട്ട് പറന്നു വരികയാ. എന്നിട്ട് തന്റെ കുഞ്ഞിന്റെ വായിലേക്ക് ആ തള്ളപ്പക്ഷി ഇങ്ങനെ ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോ ഹന്നത്തു ബീവി ഈന്തപ്പഴ മരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറഞ്ഞു, റബ്ബി ഹബിലി മിനസ്സാലിഹീൻ, എനിക്ക് സാലിഹായ സന്താനത്തെ തരണേ അല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാ, നല്ല മക്കളെ കിട്ടാ, നല്ല സന്താനത്തിനെ കിട്ടാ എപ്പോഴും നീ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോട്ടെ. സംഘാടകർ ബക്കറ്റൊക്കെ എടുത്ത് വെച്ചില്ലേ, അവിടെ തന്നെ ഇരിക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പറമനുഷ്യന്മാരെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നിങ്ങൾക്കും ബർക്കത്ത് നൽകുമാറാകട്ടെ.
എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിവാഹം കഴിഞ്ഞു. മണിയറയിൽ ഭാര്യയും ഭർത്താവും ഇരുന്ന് ദുആ ചെയ്തു. പിന്നെ രണ്ടുപേരും കൂടെ ജീവിതത്തിലേക്ക് തുടങ്ങുക. ഞാൻ വിശദീകരിക്കുന്നില്ല, പിന്നെ അങ്ങോട്ട് ഈ സ്ഥാനം കൊണ്ട് പറയാൻ പറ്റും, അവളെ കൊണ്ട് കഴിയില്ല. എന്റെ പ്രിയമുള്ളവർ, അവിടെ നിന്ന് അങ്ങോട്ട് ജീവിതം തുടങ്ങുന്നു. അവിടെ നിന്ന് ജീവിതം തുടങ്ങുമ്പോൾ ഭർത്താവും ഭാര്യയും ശാരീരികമായി ബന്ധപ്പെടുന്നതിനും ഒരു നിയമമുണ്ട്. അത് പറയുന്നവന് കാപ്പി പോലും ഇല്ല അല്ലേ? കേൾക്കാൻ വന്നവർക്കൊക്കെ ചായ മാത്രമേ ഉള്ള, കടിയുണ്ടോ? ചായയും കടിയൊക്കെ ഇല്ലേ? അൽഹംദുലില്ലാ, തിന്ന്. അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ എല്ലാവർക്കും അല്ലാഹു ആദ്യമായിട്ട് തരുന്ന ഭക്ഷണം നമ്മൾ ആരും കഴിച്ചിട്ടില്ല. നമ്മൾ ആരും കഴിക്കാത്ത ഒരു ഭക്ഷണമാണ് അല്ലാഹു സ്വർഗത്തിൽ ആദ്യം കഴിക്കാൻ തരുന്നത്. അല്ലാഹു തിന്ന യോഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് ഭക്ഷണമാ? ഏത് ഭക്ഷണമാ അറിയില്ല? നല്ല മീനിന്റെ കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മീനിന്റെ കരളാണ് നാളെ സ്വർഗത്തിൽ വെച്ച് തിന്നാൻ അല്ലാഹ് ആദ്യം തരുന്നത്. എന്നിട്ട് വാങ്ങിയിട്ട് തിന്നണം. അല്ലാഹു യോഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് 3 അദബ് പാലിക്കണം. അല്ലാതെ ചുമ്മാതെ ചാടിക്കേറി ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് അതിനൊരു നിയമമുണ്ട്. ഒന്നാമത്തെ നിയമം, നീ ബിസ്മി പറഞ്ഞിട്ടേ ബന്ധപ്പെടാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി അതിന് വല്ലാത്ത പ്രാധാന്യമാണ്. ബിസ്മി പറയാതെ ബന്ധപ്പെടാൻ കഴിയില്ല, പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയാതെ കഴിച്ച ശൈത്താനും മക്കളും കൂടെ കയറിയിരുന്നതിനും. അങ്ങനെ ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ച ശൈത്താനും മക്കളും കൂടെ കയറിയിരുന്ന പ്ലേറ്റ് വാരി തിന്നും. ഇതുപോലെ തന്നെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് നീ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈത്താനും നിന്റെ കൂടെ കൂടും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. 2 ബന്ധപ്പെടുന്ന സമയത്ത് പറയാൻ റസൂലുള്ള ഒരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയത്ത് പറയാൻ ഒരു ദുആ തന്നെയുണ്ട്. അത് പിന്നെ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. 3 ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ ഔറത്തുകൾ പരസ്പരം കാണാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഇതിപ്പോ ഉസ്താദേ, ഞാൻ കെട്ടിയ പെണ്ണുമ്പിള്ളയുടെ ഔറത്ത് എനിക്ക് കണ്ടുകൂടെ? അതാ ചിന്തിക്കണത്. ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയത്ത് പോലും അവരുടെ ഔറത്ത് കഴിവിന്റെ പരമാവധി കാണാതിരിക്കാൻ പരിശ്രമിക്കുക. കണ്ണുക വല്ലാത്തതാ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. ഭാര്യയും അവിടെ 3-ാമത്തെ കാര്യം. 4-ാമത്തെ കാര്യം, ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയം ഇന്നമല്ല അഅ്മാലു ബിന്നിയാത്ത്. ഒരു മനുഷ്യന്റെ നീയത്തിന് പ്രാധാന്യം ഉണ്ടെന്ന്. ഇപ്പൊ ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോ പറയും, ഇപ്പോഴെങ്കിലും മക്കള് വേണ്ട എന്ന മനസ്സോടാ ബന്ധപ്പെടുന്നു. പെണ്ണ് പറയണത് എനിക്ക് ഇപ്പോഴെങ്കിലും വേണ്ട, ഇനിയിപ്പോ എങ്ങനെ ലോട്ടറി അടിക്കണ പോലെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിനകത്ത് കിട്ടി. ഭർത്താവ് പറയും, എന്തായാലും കിട്ടിയില്ല, ഇനി കൊല്ലണ്ട. ഇങ്ങനെ കിട്ടുന്ന മക്കൾ അല്ലേ? ഭാര്യ ബന്ധപ്പെടുമ്പോഴേ എനിക്ക് ഇപ്പോഴേ മക്കള് വേണ്ടാന്ന് പറഞ്ഞിട്ടാ ബന്ധപ്പെടുന്നത്. ഇനി അബദ്ധത്തിൽ എങ്ങാനും കിട്ടിപ്പോയാൽ ഭർത്താവ് പറയും, ഇനിയിപ്പോ കൊല്ലാൻ പറ്റുമോ? സഹിക്ക്. ഗർഭം വയറ്റി ചുമന്നുകൊണ്ട് നടക്കുമ്പോഴും മനസ്സില്ലാ മനസ്സോടെ കൊണ്ടടക്കണേ. പിന്നെ എങ്ങനെ നന്നാവും മക്കളെ, എന്റെ മക്കൾ? അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പം ഭാര്യയുടെയും ഭർത്താവും വിവാഹമെല്ലാം കഴിഞ്ഞു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ കാണുമ്പോ 1 മാസം കഴിഞ്ഞു അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞു, പിന്നെ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ഇങ്ങോട്ട് നോക്ക്. എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? വിശേഷമായില്ലേ, വിശേഷമായില്ലേ, വിശേഷമായില്ലേ? ഈ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ്. അവർക്ക് പിന്നെ ചില ആൾക്കാർ ഇത് ചോദിക്കാൻ വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. വിവാഹം കഴിഞ്ഞാ പിന്നെ ചോദിക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവും ഭാര്യയും വിവാഹം കഴിഞ്ഞു. ചെറുപ്പക്കാരൻ ചിരിക്കുന്ന മുഖത്തോടെ റബ്ബേ കടയിലേക്ക് വെളിയിലേക്ക് പോയതാണ്. മാറ്റുപുഴയിലോ ചെറുവട്ടൂരോ പെരുമ്പാവൂരോ എവിടെയോ തനിക്ക് അധ്വാനിക്കാൻ ജോലിക്ക് വേണ്ടി കടന്നുപോയി. പെട്ടെന്ന് ഫോണിൽ ഒരു കോള് വരികയാ. ഭാര്യ വിളിച്ചിട്ട് പറയുന്നു, ഇക്കാ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരട്, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരട്. ഭർത്താവ് ചോദിച്ചു, എന്തേ പെണ്ണ്? ഒന്നും പറയുന്നില്ല, നിങ്ങളെ എനിക്ക് കാണണം, പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. അല്ലാഹുവേ, ബൈക്കെടുത്തിട്ട് ഓടുകയാണ്. ബൈക്കെടുത്തിട്ട് പെട്ടെന്ന് ചെറുവട്ടൂരിൽ നിന്ന് പെരുമ്പാവൂരിൽ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് വീട്ടിലെന്തോ അത്യാഗതം സംഭവിച്ചതുപോലെ പെട്ടെന്ന് ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ ഭാര്യ വീടിന്റെ കവാടത്തിൽ നിൽക്കുന്നുണ്ട്. ഭർത്താവ് ചോദിച്ചു, എന്തിനാ വിളിച്ചത്?
വിളിച്ചത്? എന്തിനാ പെണ്ണെ വിളിച്ചത്? അവള് ചിരിക്കുന്നുണ്ട്, നാണം കുടുങ്ങി നിൽക്കുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. അവസാനം പുതുമണവാട്ടി പറയും ഉമ്മയോട് ചോദിക്കാറ്. ചെറുപ്പക്കാരെ അടുക്കളയിൽ ചെന്നിട്ട് ഉമ്മ എന്റെ ഉമ്മ ഫോൺ വിളിച്ചത്? ആ സമയത്ത് ഉമ്മ പറയുന്നു മോനെ അവൾക്ക് വിശേഷമുണ്ടടാ, നിന്റെ ഭാര്യ ഗർഭിണിയാ. ഈ ഒരു മറുപടി നമ്മൾ എത്രയോ പേര് കേട്ടവരാ. ഈ ഒരു മറുപടി നമ്മൾ എത്ര പേരോ കേട്ടവരാ. അള്ളാന്റെ റസൂല് പറയുന്നു ഭാര്യ ഗർഭിണിയാണെന്നറിയുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ? എന്ത് ചെയ്യണമെന്നറിയുമോ? ഭർത്താവിനോട് ഭാര്യ പറയുന്നു ഞാൻ ഗർഭിണിയാണെന്ന്. ആ സമയത്ത് എന്തേ ചെയ്യേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ കാലഘട്ടത്തിൽ കല്യാണം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞ ഓൻ ആദ്യം ചെയ്യുന്നത് ഇതിങ്ങോട്ട് എടുക്കും, മൊബൈൽ എടുത്തിട്ട് വാട്സപ്പ് എടുത്തിട്ട് അളിയ വൈകിട്ട് കാണണം, ചെലവുണ്ട്, ലോട്ടറി അടിച്ചു. അവസ്ഥ മൊബൈൽ എടുത്തിട്ട് അറിയുന്നവർക്ക് എല്ലാവർക്കും താൻ്റെ ഭാര്യ ഗർഭിണിയായി, ഞാൻ വാപ്പയാകാൻ പോകുന്ന വിശേഷം, സന്തോഷം. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യ ഗർഭിണിയാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹദിയായ ഹന്നത്തു ബീബി റളിയല്ലാഹു തആല അൻഹാ റബ്ബിനോട് ദുആ ചെയ്തു നല്ല ഒരു സന്താനത്തിനെ കിട്ടാ. അവസാനം ഗർഭിണിയായി. അതാ ഗർഭിണിയായെന്ന് മനസ്സിലാകുമ്പോ ഹന്നത്തു ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ വയറ്റിൽ കൈവച്ചിട്ട് റബ്ബിനോട് പറഞ്ഞു, റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ. ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ ഹന്നത്തു ബീബി അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഞാൻ പള്ളിക്ക് നേർച്ച ചെയ്തിരിക്കുന്നു റബ്ബേ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ? ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയമെന്നാ. അല്ലാഹു പറഞ്ഞു മറിയമിനെ കണ്ടുപഠിക്കണം. എന്റെ പ്രിയപ്പെട്ട ലോകത്തുള്ള സർവ്വ മുസ്ലിമീ പെണ്ണുങ്ങളോട് അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, രണ്ട് പെണ്ണുങ്ങളെ നീ റോൾ മോഡാക്കണം. സീരിയൽ നടിമാരെയല്ല, സിനിമാ നായികമാരെയല്ല, നീ ജീവിതത്തിൽ കണ്ടുപഠിക്കേണ്ടത് രണ്ട് പെണ്ണുങ്ങളെയാ. രണ്ട് പാവപ്പെട്ട പെൺകുട്ടികളെ നീ കണ്ടുപഠിക്കണം. രണ്ട് പെണ്ണുങ്ങളെ പോലെ നീ ആകാൻ പാടില്ല. ഒന്നാമത്തെ പെണ്ണ് മഹദി ആസിയ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി മരിക്കുന്ന സമയത്ത് ബൈതം ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം തരണേ അല്ലോ എന്ന് ചോദിച്ചിട്ട് പോയ ആസിയ, നാളെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിക്കുന്ന ആസിയ. രണ്ട് മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ, ഈസാ നബിയുടെ പറ്റുമ്മ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ ദുആ ചെയ്തിട്ട് വാങ്ങിയ മോളാ മോള്. അല്ലാഹുവേ, ഉമ്മ ദുആ ചെയ്തിട്ട് നേടിയെടുത്ത പൊന്നുമോളാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ നീ പറയേണ്ടത് എന്തെന്നറിയുമോ? വലമ്മാ അസ്കർത ദഅവല്ലാഹ റബ്ബഹുമാ ലഇൻ അതൈതനാ സ്വാലിഹാ വനകൂന മിനസ്സാകിരീൻ. ഭാര്യയുടെ വയറ്റില് കൈവച്ചിട്ട്, ഭർത്താവ് ഗൾഫിലാണെങ്കിൽ പെണ്ണ് നീ നിന്റെ വയറ്റില് കൈവച്ചിട്ട് അല്ലാഹുവോട് പറയണമല്ലാ, ഇതിനെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നതാക്കി തരണേ അല്ലാ, ഇതിനെ സാലിഹാക്കണേ അല്ലാ, ഇതിനെ സാലിഹാക്കണേ അല്ലാ, ഇതിനെ ഹാഫിളാക്കണേ അല്ലാ, ഇതിനെ ആലിമാക്കണേ അല്ലാ, ഇതിനെ ആബിദാക്കണേ അല്ലാ. എന്നിട്ട് പറയണം വനകൂന മിനസ്സാകിരീൻ, ഇതിനെ സ്വാലിഹാക്കി തന്ന ഞാൻ നിന്നോട് നന്ദിയുള്ള അടിമയാകുമല്ലോ. അതുകൊണ്ട് ഭാര്യ ഗർഭിണിയാകുമ്പോ എന്ന് ദുആ ചെയ്യണേ എന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.